വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയംഗമമായി വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പുത്തനാണ്ടിൻ്റെ ആരംഭത്തിൽ 58ാം അഖില ലോക സമാധാന ദിനമായിരുന്നു അത്. എല്ലാ കൊല്ലവും ജനുവരി 1-നാണ് ഇത് ആഘോഷിക്കുന്നത്, സമാധാന ദിനം. മാർപ്പാപ്പ നൽകിയ സന്ദേശത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. 2025 നമുക്കറിയാം ജൂബിലി വർഷമാണ്. അതുകൊണ്ട് ജൂബിലിയിലൂടെ വലിയ സമത്വവും മനുഷ്യർ തമ്മിലുള്ള ബന്ധവും ശക്തമാകുന്നതിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ആമുഖമായി പറഞ്ഞ് തുടങ്ങിയത്. ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ അത് ചിന്തിക്കുകയുണ്ടായി. ദൈവവുമായുള്ളൊരു ബന്ധം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനെ ആശ്രയിച്ചാണ് ലോകത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധവും ഉറപ്പാക്കപ്പെടുന്നത്, നീതി നടപ്പാക്കപ്പെടുന്നത്, എല്ലാവരുടെയും സമത്വം അംഗീകരിക്കപ്പെടുന്നത്. ഈ കാര്യം വിശുദ്ധ ബേസിലിൻ്റെ സുന്ദരമായ ചിന്തകൾ പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാനത് തുടരുകയാണ്. പിതാവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്ന അപകടമാണ് മാർപ്പാപ്പ പറയുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഒരു യുക്തിയാൽ നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ യുക്തിയിലാണ് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ദരിദ്രനെ, പാവപ്പെട്ടവനെ കാണുക. അത് അസമാധാനം ലോകത്ത് സൃഷ്ടിക്കും, സന്തോഷം ഈ ലോകത്ത് നിന്ന് എടുത്ത് മാറ്റപ്പെടും. അങ്ങനെ സാധിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നതല്ല, അങ്ങനെയാണ് പോകേണ്ടത് എന്ന് ചിന്തിക്കുന്നത് വലിയ മിഥ്യാധാരണയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഈശോയുടെ കാലത്ത് മാർപ്പാപ്പയുടെ വാക്കുകൾ തുടരുന്നു. ദരിദ്രരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും ലാഭം നേടിയിരുന്ന വരേണ്യവർഗങ്ങളെപ്പോലെ ഇന്നത്തെ നമ്മുടെ പരസ്പര ബന്ധിതമായ ആഗോള ഗ്രാമത്തിൽ, നമ്മുടെ ലോകത്തിൻ്റെ ഒരവസ്ഥയാണ് അതുവഴി മാർപ്പാപ്പ എടുത്തു കാട്ടുന്നത്, ഐക്യദാർഢ്യത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും മനോഭാവത്താൽ പ്രചോദിതമായില്ലെങ്കിൽ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ അനീതികൾക്കും അഴിമതികൾക്കും കാരണമാകുകയും അത് ദരിദ്ര രാഷ്ട്രങ്ങളെ കെണിയിലാക്കുകയും ചെയ്യും എന്ന് പ്രവാചകപരമായ രീതിയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണ് ഈശോയുടെ കാലത്ത് ഒത്തിരി ആളുകൾ ദരിദ്രരെ ചൂഷണം ചെയ്തിട്ടുണ്ട്, വിധവകളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അവിടെ പറയാമല്ലോ, ദരിദ്രനുണ്ടാകുന്നത് അവൻ അർഹതപ്പെട്ടത് സ്വന്തമാക്കുന്നത് വഴിയാണ് മറ്റുള്ളവർ, ചുരുക്കം ചില ആളുകൾ. അത് ബൈബിൾ, ദൈവത്തിൻ്റെ തന്നെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ലോകത്തെപ്പറ്റി പറയുകയാണ്. പരസ്പര ബന്ധിതമാണിത്, ആഗോള ഗ്രാമമായി തീർന്നിരിക്കുന്നു, എല്ലാ ബന്ധങ്ങളും എളുപ്പമാക്കിയിട്ടുണ്ട്. എന്നാൽ ഐക്യദാർഢ്യത്തിൻ്റെയും പരസ്പര ആശ്രയത്വത്തിൻ്റെയും, പരസ്പര ആശ്രയിച്ചാണ് ജീവിക്കുന്നതിൻ്റെയും മനോഭാവത്താൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ, അത് നമ്മളെ പ്രചോദിപ്പിക്കുന്നില്ലെങ്കിൽ, അന്താരാഷ്ട്ര സംവിധാനങ്ങൾ, ലോകത്തിൽ സമാധാനവും നീതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണത്, അത് കൂടുതൽ അഴിമതിക്കും കാരണമാകുമെന്ന് പറയുകയാണ്. അനീതിക്കും അഴിമതിക്കും കാരണമാകും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് ദരിദ്ര രാഷ്ട്രങ്ങളെ വീണ്ടും കെണിയിലാക്കും, വീണ്ടും ദരിദ്രരാക്കും എന്നാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. കടബാധ്യതയുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥ നിരവധി രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ദക്ഷിണ ധ്രുവത്തിലുള്ളവയെ ഞെരുക്കുന്ന കടക്കണിയുടെ ഒരു ചുരുക്കെഴുത്തായി മാറ്റും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കടങ്ങൾ മേടിക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ മേലാത്ത വണ്ണം വ്യവസ്ഥകൾ വെച്ച് അത് അപകടത്തിലേക്ക്, കെണികളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്പന്ന രാജ്യങ്ങളിലെ ചില സർക്കാരുകളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും
തങ്ങളുടെ സ്വന്തം വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, അവരുടെ പണമുണ്ടാക്കുന്നതിന്, കച്ചവടത്തിന്, വിപണിക്ക് എന്തു ചെയ്യുന്നു? ദരിദ്ര രാജ്യങ്ങളിലെ മനുഷ്യനെയും പ്രകൃതിയെയും വിഭവങ്ങളെ വിവേചനരഹിതമായും മനസാക്ഷിയില്ലാതെയും ചൂഷണം ചെയ്യുന്നതിനുമുള്ള ഉപാധിയായി വിദേശ വായ്പ മാറിയിട്ടുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. മാർപ്പാപ്പ കൂടെ പറഞ്ഞിട്ടുണ്ടത്, ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ മനുഷ്യനെയും പ്രകൃതിയെയും എന്ത് ചെയ്യുന്നു? ആ വിഭവങ്ങൾ, അത് വിഭവശേഷിയാണ്, അതിനെ വിവേചനരഹിതമായും മനസാക്ഷിയില്ലാതെയും ചൂഷണം ചെയ്യുന്നു. വിദേശ വായ്പകൾ കൊടുക്കുന്നത് അത് ചൂഷണം ചെയ്യാനുള്ള ഒരു മാർഗമായി തീർന്നിരിക്കുന്നു. ഭയങ്കര വ്യവസ്ഥകളൊക്കെ വെച്ചിട്ടുണ്ട് അത് ആ പണം കൊടുക്കുമ്പോൾ. അപ്പോൾ അതിനെയാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. അപ്പോൾ മാർപ്പാപ്പ വീണ്ടും പറയുകയാണ്, കൂടാതെ ഇതിനകം തന്നെ അന്താരാഷ്ട്ര കടത്തിൻ്റെ ഭാരം പേറുന്ന വിവിധ ജനവിഭാഗങ്ങൾ കൂടുതൽ വികസിത രാജ്യങ്ങൾ വരുത്തിവെച്ച പാരിസ്ഥിതിക കടത്തിൻ്റെ ഭാരം കൂടി വഹിക്കാൻ ആകുന്നു എന്നാണ് പറയുന്നത്. മെച്ചപ്പെട്ട രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ പ്രകൃതി ചൂഷണത്തിന് മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെയും കൂടി ഭാരം വഹിക്കേണ്ടി വരുന്നത്, കടം വീട്ടേണ്ടി വരുന്നത് ദരിദ്ര രാഷ്ട്രങ്ങളായി തീരുന്നു. അത് ഒരു ആധുനിക പ്രശ്നമാണ്. മാർപ്പാപ്പ അത് കൃത്യമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. വിദേശ കടവും പാരിസ്ഥിതിക കടവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്ന ചൂഷണത്തിൻ്റെ ഒരു മാനസിക അവസ്ഥ അത് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ജൂബിലി വർഷത്തിൽ അതിൻ്റെ ചൈതന്യത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ വടക്കും തെക്കും തമ്മിൽ നിലനിൽക്കുന്ന പാരിസ്ഥിതിക കടം ഇളച്ചു കൊടുത്തുകൊണ്ട് വായ്പകൾ എഴുതിത്തള്ളുന്ന സമീപനം സ്വീകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ചൂഷണം ചെയ്തിട്ടുണ്ട്. ദരിദ്ര രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ എല്ലാം കൂടുതൽ ചൂഷണം ചെയ്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൊടുത്ത കടങ്ങൾ എഴുതിത്തള്ളണമെന്നാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം. ഇത് ഐക്യദാർഢ്യത്തിനായുള്ള അഭ്യർത്ഥനയാണ്. എല്ലാ മനുഷ്യരും തമ്മിലുള്ള ഒരു സോളിഡാരിറ്റിയുടെ, ഐക്യദാർഢ്യത്തിൻ്റെ അഭ്യർത്ഥനയാണ്. എല്ലാത്തിനുമുപരി നീതിക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയുമായി നിങ്ങളിതിനെ കാണണം എന്ന് പരിശുദ്ധ പിതാവ് അവരോട് പറയുകയാണ്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആവശ്യമായ സാംസ്കാരികവും ഘടനാപരവുമായ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്നത് ഈ പ്രതിസന്ധി മാറ്റുന്നതിനാവശ്യമാണത്. എന്താണ്? സാംസ്കാരികമായ ഘടനാപരമായ ഒരു മാറ്റം ഉണ്ടാകണം. നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നും നാം എല്ലാവരും അവന് കടപ്പെട്ടവരാണെന്നും നമുക്ക് പരസ്പരം ആവശ്യമുണ്ടെന്നും നാം തിരിച്ചറിയുമ്പോഴാണ് വൈവിധ്യമാർന്ന ഉത്തരവാദിത്വം നമുക്ക് പരസ്പരം ആവശ്യമുള്ളവരും ഒരിക്കൽ കൂടി കണ്ടെത്താനും പരസ്പരം സഹകരണത്തിലാകാനും നമുക്ക് കഴിയുന്നത്. നോക്കിക്കേ, അതും വീണ്ടും നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസം തരുന്നൊരു സന്ദേശമാണ് മാർപ്പാപ്പ പറയുന്നത്. ഇത് തരണമെങ്കിൽ എന്തുണ്ടാകണം? ഒരേ പിതാവിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ് നാം എല്ലാവരുമെന്ന്, മനുഷ്യകുലം മുഴുവനെന്ന് ഉള്ള ബോധ്യമുണ്ടാകണം. നമുക്ക് പരസ്പരം ആവശ്യമുണ്ട്, പരസ്പരം സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം, ഒരു തിരിച്ചറിവുണ്ടാകണം. ജൂബിലി വർഷത്തിൽ അതുണ്ടാകണം എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. വൈവിധ്യമാർന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് പരസ്പരം ആവശ്യമുള്ളതെല്ലാം ഒരിക്കൽ കൂടി കണ്ടെത്താനും പരസ്പരം സഹകരണത്തിലാകാനും നമുക്ക് ചുമതലയുണ്ട്. നാം പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് കണ്ടെത്തിയാൽ പരസ്പരം കടപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. രണ്ടും ഒന്നിച്ചാണ് പോകുന്നത്. മാർപ്പാപ്പ പ്രത്യാശയുടെ ഒരു യാത്ര എന്ന നിലയിലാണ് നമ്മോട് പറയുന്നത്. ഈ വർഷം ജൂബിലി വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം തന്നെ പ്രത്യാശയാണ്.
പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ടാണ് നമ്മളെ ഈ കൊല്ലം മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു യാത്രയാണ്, തീർത്ഥാടനമാണ്. അതിന് 3 നിർദ്ദേശങ്ങൾ പരിശുദ്ധ പിതാവ് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശത്തിൽ എടുത്തു കാട്ടുകയാണ്. നാം ഹൃദയം കൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അപരിമിതമായ കാരുണ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പിറവിയെടുക്കുന്ന പ്രത്യാശയുടെ നവീകരിച്ച യാത്രയിൽ നടക്കേണ്ടതാണിത്. അത്യന്താപേക്ഷിതമായി മാറ്റങ്ങൾക്ക് നമ്മെ തയ്യാറാക്കാൻ കൃപയുടെ ജൂബിലി വർഷം സഹായിക്കും. എന്തു ചെയ്താലും ഹൃദയം കൊണ്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ, യുക്തി കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ട് തയ്യാറെടുക്കണം. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അനുഭവിക്കാൻ കഴിയും. അത് പ്രത്യാശയോടെ നവീകരിക്കപ്പെട്ട വ്യക്തികളായി തീരാനും നമ്മളെ പ്രേരിപ്പിക്കണം. ദൈവം ആരോടും കടപ്പെട്ടിട്ടില്ല, മാർപ്പാപ്പ പറയുകയാണ്. എന്നിരുന്നാലും അവൻ എല്ലാവർക്കും തൻ്റെ കൃപയും കരുണയും നിരന്തരം പ്രദാനം ചെയ്യുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിലെ പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒരാളായിരുന്ന നിനവയിലെ ഐസക് തൻ്റെ ഒരു പ്രാർത്ഥനയിൽ പറയുന്ന കാര്യം ഇവിടെ മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. ആ വാക്കുകൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. മാർപ്പാപ്പ അത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ സ്നേഹം എൻ്റെ തെറ്റുകളേക്കാൾ വലുതാണ്. കടലിലെ തിരമാലകൾ എൻ്റെ പാപങ്ങളുടെ ബാഹുല്യം കണക്കിലെടുത്താൽ ഒന്നുമല്ല. എന്നാൽ അതൊരു തുലാസിൽ വയ്ക്കുകയും അങ്ങയുടെ സ്നേഹവുമായി തുലനം ചെയ്യുകയും ചെയ്താൽ പൊടി പോലെ അവ അപ്രത്യക്ഷമാകും. ഐസക് എന്ന സഭാപിതാവിൻ്റെ വാക്കുകളാണ്. കരുണാസമ്പന്നനായ അവിടുന്ന് നമ്മോടുള്ള മഹത്തായ സ്നേഹത്താൽ, അത് ബൈബിളാണ്, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനമാണ്. കരുണാസമ്പന്നനായ ദൈവം നമ്മോടുള്ള മഹത്തായ സ്നേഹത്താൽ നമ്മുടെ തിന്മകളെ തൂക്കി നോക്കുന്നില്ല. എന്നിട്ടും ദരിദ്രരുടെ നിലവിളിയും ഭൂമിയുടെ നിലവിളിയും അവൻ കേൾക്കുന്നു. അത് മാർപ്പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനത്തിൽ എഴുതി വെച്ച വാക്കുകൾ തന്നെയാണിത്. ഭൂമിയുടെ നിലവിളി, ദരിദ്രൻ്റെ നിലവിളി, ഇത് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരുന്നു. നമ്മുടെ ഹൃദയങ്ങൾ പ്രത്യാശയും സമാധാനവും കൊണ്ട് കവിഞ്ഞൊഴുകുന്നതിന്, നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് ഇതാണല്ലോ, പ്രത്യാശയും സമാധാനവും. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ പാപങ്ങൾ നിരന്തരം ക്ഷമിക്കുകയും നമ്മുടെ കടങ്ങളെ പൊറുക്കുകയും ചെയ്യുന്ന കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കാനായി ഒരു നിമിഷം നാം നിൽക്കുന്നത് ആവശ്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ പറയുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു മഹത്തായ അവസരമാണ് ഇതുവഴി നൽകപ്പെടുന്നത്. ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. ക്രൈസ്തവൻ്റെ മാതൃകാ പ്രാർത്ഥനയാണ്. അവൻ ജീവിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈശോ എന്താണ് ചെയ്തത്? നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ പിതാവിനോട് അപേക്ഷിക്കണമെന്നാണ് അവിടുന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയിലെ ഒരു ക്ലോസ്, ഒരു വാചകം ഇതാണ്: നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ പിതാവിനോട് അപേക്ഷിക്കണം. എന്നാൽ നമ്മെ വെല്ലുവിളിക്കുന്ന വാക്കുകളിലേക്കാണ് അത് പറഞ്ഞ് ഉടനെ കടന്നു പോകുന്നത്. അതെന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നമ്മൾ അതൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന നാം അതിനൊരു വ്യവസ്ഥ കൂടി കൂട്ടിച്ചേർത്ത് കർത്താവ് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. സമാധാന സന്ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായിരുന്നല്ലോ, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ എന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12 നമ്മളത് വായിക്കും. ആ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ പ്രാർത്ഥന മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്നതിനും അവർക്ക് പ്രത്യാശ നൽകുന്നതിനും
നമ്മുടെ സ്വന്തം ജീവിതത്തെ ദൈവകരുണയുടെ ഫലമായ പ്രത്യാശയാൽ നാം നിറയ്ക്കേണ്ടതുണ്ട്. ദൈവകരുണയുടെ ഫലമാണ് ഈ പ്രത്യാശ. അതുകൊണ്ടാണ് പ്രത്യാശയ്ക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതിനാൽ നാം നിറയ്ക്കേണ്ടതുണ്ട്. പ്രത്യാശ ഔദാര്യത്തിൽ കവിഞ്ഞൊഴുകുന്നു. അതാണ് ആ പ്രത്യാശയാണ് ഔദാര്യം കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാമല്ലോ, മലയിലെ പ്രസംഗത്തിൻ്റെ അന്തസത്ത തന്നെ ഔദാര്യമാണ്. പ്രീശന്മാരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ മക്കളാകിയല്ല ദൈവരാജ്യവും ലഭിക്കുകയില്ല. ആ ദൈവരാജ്യം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥയാണിത്. ഔദാര്യത്താൽ നമ്മൾ നിറയണം. ഇത് അളവുകൾക്ക് അതീതമാണ്, അപ്പുറമാണ്. നിഗൂഢ ആവശ്യങ്ങളൊന്നില്ല, അങ്ങനെയൊന്നില്ല. നേട്ടങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുമില്ല. മറിച്ച് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നു. അതെന്താണ്? വീണുപോയവരെ ഉയർപ്പിക്കാനും തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താനും എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനും. അതിലാണ് ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടത്. ജൂബിലി വർഷത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അവിടുന്ന് വന്നത് അതിനാണല്ലോ. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 16 മുതലുള്ള വചനങ്ങളിൽ. ദൈവമായ കർത്താവിനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. അതാണ് ജൂബിലി വർഷം. ജൂബിലി വർഷത്തിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ ഒരു ശൈലിയാകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഘോഷിക്കുന്ന ഈ ജൂബിലി വർഷം നമുക്ക് അനുഗ്രഹമാകുകയുള്ളൂ. എല്ലാവർക്കും അത് ഗുണപ്രദമാവുകയും ചെയ്യുകയുള്ളൂ. മാർപ്പാപ്പ തുടരുന്നു. തൽഫലമായി കൃപയുടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ജീവിതത്തിൽ അന്തസ്സ് പുനഃസ്ഥാപിക്കാനും പ്രത്യാശയുടെ യാത്രയിൽ അവരെ നവീകരിക്കാനും പര്യാപ്തമായ 3 നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. അതാണ് 3 നിർദ്ദേശങ്ങൾ. ഇതുവഴി കടക്കെണിയെ കീഴടക്കാൻ നമുക്ക് കഴിയും. കടക്കെണിയെ മറികടക്കാൻ കഴിയും. കടങ്ങൾ എഴുതിത്തള്ളപ്പെട്ട കടക്കാരാണ് നമ്മളെന്ന് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി തിരിച്ചറിയാനും കഴിയും. കടങ്ങളെല്ലാം എഴുതിത്തള്ളപ്പെട്ട കടക്കാരാണ്. നമ്മളും കടക്കാരാണ്. എല്ലാ ആളുകളും കടക്കാരാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ആ കാര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓരോന്നായി പരിശുദ്ധ പിതാവ് പറയുകയാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണ്? പല രാജ്യങ്ങളുടെയും ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന അന്താരാഷ്ട്ര കടബാധ്യത പൂർണ്ണമായും എഴുതിത്തള്ളിയില്ലെങ്കിലും, പറയാം, പൂർണ്ണമായി എഴുതിത്തള്ളിയില്ലെങ്കിലും മുമ്പേ നമ്മൾ കണ്ടല്ലോ, അത് ചെയ്യാനുള്ളൊരാഹ്വാനം മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. ഗണ്യമായി കുറയ്ക്കുന്നത് പരിഗണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് 2000-ാം ആണ്ടിലെ മഹാജൂബിലിയോടനുബന്ധിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും നടത്തിയ ഒരു അഭ്യർത്ഥനയാണ്. ആ അഭ്യർത്ഥന ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. കൂടുതൽ സമ്പന്നമായ രാജ്യങ്ങൾ അവരുടെ പാരിസ്ഥിതിക കടത്തിൻ്റെ അംഗീകാരമായി അവർ മറ്റുള്ളവർക്ക് ഒത്തിരി ഭാരം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭൂമിയെയും പ്രകൃതിയെയും എല്ലാം അന്യായമായി ചൂഷണം ചെയ്യുന്നത് വഴി, കൂടുതൽ ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെടുന്നത് വഴി, ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത് വഴി ഒക്കെ മറ്റുള്ളവർക്ക് ബാധ്യതയുള്ളവരായി തീർന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അംഗീകാരമായി വീട്ടാൻ കഴിയാത്ത രാജ്യങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കടമയുണ്ട് എന്ന് അവരോട് പറയുകയാണ്. സ്വാഭാവികമായും ഇത് ധനസഹായത്തിൻ്റെയും കടബാധ്യതയുടെയും ദൂഷിത വലയം പുനരാരംഭിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ചാരിറ്റി എന്ന നിലയിൽ കുറേ ചെയ്യുന്നത് കൊണ്ട് മാത്രമായില്ല, അവർക്ക് സ്വതന്ത്രമായി വളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് അന്താരാഷ്ട്ര രംഗങ്ങളിൽ മാത്രമല്ല, നമ്മൾ ആരൊക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മോട് വായ്പ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പലിശയും അമിത പലിശയും ഈടാക്കുന്നുണ്ടെങ്കിൽ
അവിടെയും വിട്ടുവീഴ്ചയുടെ ഒരു വലിയ രംഗം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകണം, വ്യക്തിതലത്തിലും. ഇതെല്ലാം സാമൂഹികമായും വ്യക്തിപരമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നത് നമ്മൾ മറക്കരുത്. അപ്പം വെറും ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോരാ, അത് ആവശ്യമാണ്, പക്ഷെ അത് പോരാ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഒരു പുതിയ സാമ്പത്തിക ചട്ടക്കൂട് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത് ജനങ്ങൾ തമ്മിലുള്ള ഐക്യവും അടിസ്ഥാനമാക്കി വേണം ഒരാഗോള സാമ്പത്തിക പ്രമാണം സൃഷ്ടിക്കുന്നതിലേക്ക് ഇത് നയിക്കുകയും വേണം. ഇതൊരു വലിയ സ്വപ്നമാണ്. നമ്മളുണ്ടാക്കുന്ന നിയമങ്ങൾ, ഉടമ്പടികൾ, ആ ഉടമ്പടികൾ മറ്റുള്ളവർക്ക് നാശത്തിനല്ല, തകർച്ചയ്ക്കല്ല, വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ക്രമീകരിക്കണം എന്ന ചിന്തയാണ് മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. തുടരുന്നുണ്ട് മാർപ്പാപ്പയുടെ ഈ സന്ദേശം. പല ചിന്തകളും നമുക്ക് നൽകുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഞാനത് അവതരിപ്പിച്ചു കൊള്ളാം. അപ്പോൾ സാമ്പത്തികമായി ഉണ്ടാകേണ്ട ഒരു നവീകരണത്തെക്കുറിച്ച്, മാനസിക മാറ്റത്തെക്കുറിച്ച്, ആന്തരിക മാറ്റത്തെക്കുറിച്ച് അതാണ് പറയുന്നത്. ചിന്താഗതിയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത് ഈ ജൂബിലി വർഷത്തിൽ. പ്രത്യേകിച്ച് സമാധാന ദിനം ആചരിക്കുന്ന ആ ദിവസത്തിന് നൽകിയ സന്ദേശത്തിൽ ഈ വർഷം മുഴുവനിലേക്കും ശ്രദ്ധ തിരിക്കാൻ നമ്മെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ സന്ദേശം നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം, ചിന്തന വിധേയമാക്കാം, കൂടെ ധ്യാനിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർച്ച അടുത്ത എപ്പിസോഡിൽ.